നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആം, ഇതൊന്ന് ട്രൈ ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഞാൻ കാണിച്ചിരുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഒന്നുകൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഒരു മാസമായിട്ട് സെപ്റ്റംബർ അവസാനം മുതൽ ഒക്ടോബർ ആദ്യം മുതൽ മാർക്കറ്റ് താഴേക്കൊരു ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം 24,500 എന്ന് പറയുന്ന ലെവലാണ് ഇപ്പോൾ നിലവിലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നിലവിൽ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു വര കുറച്ചിങ്ങോട്ട് നീക്കി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ആ ഒരു സൈഡിൽ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇതാണ് നമ്മളുടെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൃത്യമായിട്ട് കാണാം പ്രൈസ് ഇവിടെ വന്നു, റിവേഴ്സ് ഇവിടെ വന്നു, റിവേഴ്സ്ഡ് ഇവിടെ വന്നു, ഇവത്തെ വന്ന് അടിക്കുന്നു, നേരെ തിരിച്ചു പോകുന്നു, ഇവിടെ വരുന്നു, നേരെ വന്ന് അടിക്കുന്നു, തിരിച്ചു പോകുന്നു. സോ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൂഷ്യലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്, 24,500 എന്ന് പറയുന്ന റേഞ്ച്. പ്രത്യേകിച്ചും വേറൊരു കാര്യം കൂടി ഇതിനകത്തുള്ളത്, എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഈ F&O ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകം അറിയായിരിക്കും. ഈ പറയുന്ന പോലെ റൗണ്ടഡ് നമ്പേഴ്സ് വരാൻ നേരത്ത് എപ്പോഴും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ആ ഒരു റൗണ്ടഡ് നമ്പേഴ്സ് എപ്പോഴും, അതായത് 24,500, 24,000, 25,000 എന്നൊക്കെ പറയുന്ന റൗണ്ടഡ് നമ്പറുകൾ, 500ൻ്റെ ഗുണിതം മാത്രമല്ല 200ൻ്റെ 100ൻ്റെ ഒക്കെ, അതായത് 24,100 അങ്ങനെ പറയുന്ന റൗണ്ടഡ് നമ്പേഴ്സ് പൊതുവെ എപ്പോഴും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയി ബിഹേവ് ചെയ്യാറുണ്ട്. സോ 24,500 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നല്ല ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ വന്ന് കൃത്യമായി ഒരു എന്താണ് പറയുന്നത്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നേരെ മുകളിലോട്ട് കയറി പോവുകയാണ്. പക്ഷേ അത് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ കൃത്യമായ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത്രയും ഭാഗത്ത് നല്ലൊരു ഗ്യാപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ സൈസ് നമ്മൾ നോക്കേണ്ടതാണ്. ഈ ക്യാൻഡിലിൻ്റെ സൈസ് നോക്കാൻ നേരത്ത്, ഇത് കാണാൻ നേരത്ത് റീറ്റെയിലേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇത് കാണാൻ നേരത്ത് നമ്മളെല്ലാം ചാടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരൊറ്റ ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ അടുത്ത സ്റ്റോറി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മൊത്തത്തിൽ ഒരുമിച്ച് വരച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ക്യാൻഡിൽ മാത്രം നോക്കി, ഈ ഒരു ഡോജി ക്യാൻഡിലിൻ്റെ ഷേപ്പും ഈ തന്നിരിക്കുന്ന വോളിയം കൂടെ വെച്ച് നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ നിന്നുള്ള കംപ്ലീറ്റ് റീറ്റെയിലേഴ്സിനെ ഇവന്മാർ ചാടിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു പോക്ക് കൊണ്ട് ഇവിടെ നല്ല ഒരു സെല്ലിംഗ് പ്രഷർ നിൽക്കുന്നുണ്ട്. സെല്ലിംഗ് പ്രഷറിൻ്റെ കൂടെ തന്നെ ഇവിടെ തൊട്ട് മുകളിലായിട്ട് അടിപൊളി ഒരു റെസിസ്റ്റൻസ് നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ കൃത്യമായിട്ട് കാണാം ഈ ഒരു ഏരിയ കവർ ചെയ്ത്, അതായത് നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന, ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു ലൈൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ റെസ്പെക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ മൂന്ന് ദിവസത്തെ ക്യാൻഡിലും കൃത്യം ഈ ഒരു ലെവലിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം ഇതിനെ കവർ ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു എന്താണ്, ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല. അതായത് ഇവിടെ വോളിയം കാണിക്കുന്നുണ്ട്, നല്ലൊരു സെല്ലിംഗ് വോളിയം കാണിക്കുന്നുണ്ട്, എന്നാൽ സെല്ലേഴ്സ് താഴേക്ക് പോകുന്നുമില്ല. അതുപോലെ തന്നെ ഇന്നത്തെ അനുസരിച്ചാണെങ്കിൽ ഇന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ഡോജി ക്യാൻഡിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഇത് റീറ്റെയിലേഴ്സിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഇവന്മാർ കളിക്കുന്ന കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് ഇത് കയറി മുകളിൽ പോയി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടത്താതെ കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മുകളിലൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കണമെങ്കിൽ തന്നെ 24,500 എന്നുള്ള റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നു കൂടുതലും ഈ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് കയറാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളുടെ സ്റ്റഡി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ ദെൻ, താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്.